സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പൊസിഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ GST പൊസിഷൻ വെച്ചിട്ട് നമുക്ക് 3% ബോണസ് വരും. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് 3% അല്ല, അതായത് നമ്മുടെ GSDP ഗ്രോത്ത് റേറ്റ് അനുസരിച്ചിട്ട് 3 to 4% വരെ പോകാനുള്ള കപ്പാസിറ്റി സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. അതായത് കേരളം പോലുള്ള ഗവൺമെന്റ് ചില വർഷങ്ങൾ, എല്ലാ വർഷങ്ങളുമല്ല. അതിനൊരു ഫോർമുല രംഗനാഥൻ ശ്രീവാസ്തവ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിസ്റ്റ് ഓൾറെഡി വെച്ചിട്ടുള്ള ആ ഫോർമുല വർക്ക്ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് we were able to see that. അതായത് നമുക്ക് ഫ്ലെക്സിബിലിറ്റിക്കുള്ള സ്കോപ്പ് ഉണ്ട്. വി ആർ ഹെൽപ്ലെസ്. അതിന് സെന്ററിൽ നമുക്കൊരു പുഷ് ചെയ്യാൻ മാത്രമേ കാര്യമുള്ളൂ. അവസാന അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചുരുക്കമാണ്, 8 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് ഞാൻ പറയാം. എനിക്ക് ഓൾറെഡി ഞാൻ സംസാരിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിരീക്ഷിപ്പിക്കുന്നില്ല. എന്റെ ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ നമ്മുടെ സ്ട്രക്ചറൽ ഇഷ്യൂസിനെ പറ്റി നമ്മൾ ഡെറ്റിനെ കാണുന്നത് എഗെയിൻ മെത്തഡോളജിക്കൽ നമ്മൾ ഡെറ്റിനെ കാണുന്ന 2 തരത്തിലാണ്. ഒന്ന് നമ്മുടെ സ്ട്രക്ചറൽ പാർട്ട്, ഡെറ്റിന്റെ സ്ട്രക്ചറൽ പാർട്ടും സൈക്ലിക്കൽ പാർട്ട്. സൈക്ലിക്കൽ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഇഷ്യൂ വരുമ്പോൾ മാത്രം നമ്മൾ ഫിസിക്കൽ ഇന്റർവെൻഷൻ നടത്തുന്നു. അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഇഷ്യൂ ആണ്. കഴിഞ്ഞ 25 വർഷത്തെ നമ്മൾ ഡേറ്റ എടുക്കുന്നത് FRB ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ഇതുവരെ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മോറോർലെസ് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 28 to 30 ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു പാൻഡമിക് ഇയർ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ അബ്സല്യൂട്ട്ലി ഒരിക്കലും കാണരുത്. പെർസെന്റേജ് ടു GSDP എന്ന് പറയുന്നത് 20 വർഷം, UDF ഗവൺമെന്റ് ആയിക്കോട്ടെ LDF ഗവൺമെന്റ് ആയിക്കോട്ടെ, കഴിഞ്ഞ 20 വർഷം നമ്മൾ ഡേറ്റ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന 26 to 30 ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നത് ഈ ഒരു വർഷം ഒഴിച്ച്. അപ്പൊ നമ്മൾ വീണ്ടും ബാക്ക് ടു ആ റേഞ്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു 2 വർഷത്തിനകത്ത് നമ്മുടെ ഈ പ്ലേസ് ആണെങ്കിൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വന്നോ അങ്ങനെ എന്തെങ്കിലും വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലേസ് കണ്ടുകയാണെങ്കിൽ നമ്മുടെ 30.6 എന്നുള്ള പ്രീ പാൻഡമിക് പൊസിഷനിലൂടെ നമുക്ക് എത്താൻ അധിക വർഷം ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ കണക്കുകൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ചകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ കടം തെറ്റാണ്, കടം എടുക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ധനക്കമ്മി നമ്മൾ കൂടുതൽ മുറുക്കി പിടിക്കണം എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ധനനയം മുന്നോട്ട് വെച്ച് എനിക്ക് തോന്നുന്നു ഇതിന് മറ്റ് ഗവൺമെന്റുകളും അതിപ്പോ ഫോർ എക്സാമ്പിൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിനകത്ത് റവന്യൂ ഡെഫിസിറ്റ് 40% അപ്പോ നമ്മളിപ്പോഴും പറയും നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെറ്റ് സർവീസിംഗ് കോസ്റ്റ് വരും വർഷങ്ങളിൽ കുറയും. കാരണം റീപേയ്മെന്റ് ഓൾറെഡി നമ്മുടെ മെയിൻ റീപേയ്മെന്റുകളെല്ലാം നടന്നു പോയിട്ടുണ്ട്. അപ്പം വരും വർഷങ്ങളിൽ നമ്മുടെ റീപേയ്മെന്റ് റേറ്റും സർവീസിംഗ് ഇത് കുറഞ്ഞു വരും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ ഡേറ്റകളും ഐ തിങ്ക് പബ്ലിക്കലി അവൈലബിൾ ആണ്. നമുക്കിത് ആർക്ക് വേണമെങ്കിലും ഈ ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു മെത്തഡോളജിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. ആ ഫാക്ട്സ് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തത്. താങ്ക് യു. സമയത്തിനകത്ത് തീർപ്പായാലും നമുക്ക് ഇനി അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ വലുതായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാൽ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാപ്പോഴത്തേക്ക്, കാരണം ഇതെല്ലാം ഞങ്ങൾ സംഘടനക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇത് അനുസരിച്ചിട്ട് എന്തെങ്കിലും നടപടികളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് 2-3 പേർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുത്താത്ത 1-2 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഫിനാൻസ് കമ്മീഷന്റെ കാര്യങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. പിന്നെ നമുക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് GST എന്തുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊരു ബെനിഫിറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ശരിക്കും ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരു കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിൽ എന്തുകൊണ്ട് നമുക്ക് അത്ര ഒരു ബെനിഫിറ്റ് കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ ഗിഫ്റ്റ് തന്നെ പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു പഠനത്തിൽ നിന്നുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 2020 തന്നെ സുശീൽ കന്യയുടെ ഒരു പഠനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ 1/3 നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ പുറത്തോട്ട് അയക്കുമ്പോൾ 2/3 നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മാനദണ്ഡത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന SGST അതുപോലെ തന്നെ നമ്മുടെ IGST സെറ്റിൽമെന്റുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ വിതിൻ ദ സ്റ്റേറ്റിൽ കളക്ട് ചെയ്യുന്ന SGSTയും ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്ത് വിൽക്കുന്ന സാധനങ്ങളുടെ IGST സെറ്റിൽമെന്റും തമ്മിൽ ആ റേഷ്യോ എന്തായാലും കൂടുതലായിരിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ കാണുന്നത് വെച്ചാല്
SC/ST നമുക്ക് 100 രൂപ കിട്ടുമ്പോൾ IGST ആയിട്ട് സെറ്റിൽമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ GST എന്ന് പറയുന്നത്. IGST സെറ്റിൽമെന്റ് ആയിട്ട് നമുക്ക് 1.2 കിട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ 1:3 ആയിരിക്കും. അതായത് 75% പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ വിൽക്കുന്നത്. നമുക്കറിയാലോ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ നമുക്ക് ഒരു 25-നകത്തേ ഉള്ളൂ. അപ്പൊ SC/ST ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഇതിന്റെ സ്റ്റേറ്റിലെ സെയിലിംഗ് ആണ്. അതേസമയം ഔട്ട്സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്നതാണ് IGST സെറ്റിൽമെന്റ് ആയിട്ടാണ് അത് വരുന്നത്. ആ IGST സെറ്റിൽമെന്റ് നമ്മുടെ SC/ST-യെക്കാളും എന്തായാലും 2 ഇരട്ടി അല്ലെങ്കിൽ മാക്സിമം 3 ഇരട്ടി വരെ പോവാം. പക്ഷെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത് 1:1.2 മാത്രമേ ഉള്ളൂ. അതായത് 100 രൂപ നമുക്ക് ടാക്സ് ആയിട്ട് SC/ST-യിൽ വരുമ്പോൾ 102 രൂപ മാത്രമേ എന്തായിട്ട് കിട്ടുന്നുള്ളൂ, IGST സെറ്റിൽമെന്റ് ആയിട്ട് കിട്ടുന്നു. കേരളത്തിനകത്ത് കിട്ടിയാൽ പോരാ. കാരണം നമ്മുടെ കൺസംഷൻ ഓറിയന്റഡ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്കോണമിയിൽ നമുക്ക് അത്രയും കിട്ടിയാൽ പോരാ. ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ GST വരുമാനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാവുന്നില്ല. ഇതൊരു വലിയൊരു അഡ്രസ് ചെയ്യേണ്ട പ്രശ്നമാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഈ കമ്മോഡിറ്റി വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയാൽ അല്ലെങ്കിൽ ഡീലർ വൈസ് ഉള്ള ഇൻഫർമേഷൻ കിട്ടിയാലേ നമുക്കത് കൂടുതൽ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ IGST സെറ്റിൽമെന്റ് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷയം. അതൊക്കെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം GST റവന്യൂ കുറയാനുണ്ടായത് ഈ റവന്യൂ ന്യൂട്രാലിറ്റി പോയതാണ്. മിനിസ്റ്റർ ഓൾറെഡി സൂചിപ്പിച്ചതാണ്. 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ റവന്യൂ നമ്മുടെ ടാക്സ് റേറ്റ് 14% ഉണ്ടായിരുന്നതാണ്. 70% കൂടുതൽ നമ്മുടെ ടാക്സ് വരുന്നത് 14% റേറ്റിൽ നിന്നായിരുന്നു. പക്ഷെ അതാണ് ശരിക്കും കുറച്ചിട്ട് 9% അല്ല, അന്ന് പിന്നെ 28% ഉണ്ടായിരുന്നു, 18% ഉണ്ടായിരുന്നു. കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് 28%-ലായിരുന്നു. പക്ഷെ അതേ വർഷം തന്നെ ഒക്ടോബർ 2017 നമ്മുടെ മേജറായിട്ടുള്ള 28%-ലുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ 18-ലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ 14-ൽ ഉണ്ടായിരുന്നിടത്ത് നമുക്ക് 9% കൂടുതൽ പ്രോഡക്ട്സിന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഷോക്ക് GST 2-ൽ വന്നിരിക്കുന്നത്. അപ്പൊ അതില് 28 ഉണ്ടായിരുന്ന ഈ സിമെന്റ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്മോഡിറ്റീസ് അതും താഴ്ന്ന് 18-ലോട്ടായി. അതായത് 9% നമുക്ക് SC/ST ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയൊരു അവസ്ഥ വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ റവന്യൂ ന്യൂട്രാലിറ്റി വളരെ താഴ്ന്നു പോവുകയും നമുക്ക് പ്രീവിയസ് വാറ്റ് പീരീഡിൽ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ റേറ്റിൽ നിന്ന് 14-ൽ നിന്ന് 9-ലോട്ട് നമുക്ക് താഴ്ന്നു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ആ റവന്യൂ ന്യൂട്രാലിറ്റി ലൂസ്. പിന്നെ വേറൊരു പ്രശ്നം GST ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് കോമ്പൻസേഷൻ ആണ്. 2022 നമ്മുടെ കോമ്പൻസേഷൻ അവസാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ വിശദീകരിക്കുക. പക്ഷേ അതിനുശേഷവും സെൻട്രൽ ഗവൺമെന്റ് ഏകദേശം 1.5 ലക്ഷം കോടിയോളം കോമ്പൻസേഷൻ സെസ്സായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ടും കളക്ട് ചെയ്തത് കോവിഡ് സമയത്ത് നമുക്ക് റവന്യൂ ലോസ് ഉണ്ടായപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അത് തീരാറായപ്പോഴും സംസ്ഥാനങ്ങൾ ഇപ്പോഴും അവരോട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കളക്ട് ചെയ്യുന്ന കോമ്പൻസേഷൻ സെസ്സിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 50% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നാണ്. പക്ഷെ അതും കണക്കിലെടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് GST-യുടെ ഇതിൽ കേരളത്തിന് നമ്മൾ ഉദ്ദേശിച്ച കണക്കുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫിനാൻസ് കമ്മീഷന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഫിനാൻസ് കമ്മീഷനിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റും അതുപോലെ സെക്ടർ സ്പെസിഫിക് ഗ്രാന്റും പോയത് കൊണ്ടുള്ള നഷ്ടം നമുക്കുണ്ട്. അപ്പൊ ആകെ നമുക്ക് ഓൺ റവന്യൂ മൊബിലൈസേഷൻ വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ഫർദർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് പിന്നെ ഒരു കാര്യമുള്ളത് CSS ആണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീംസില് ശരിക്കും നമ്മുടെ എസ്റ്റിമേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് എപ്പോഴും അതിന്റെ 50% വരുന്നുള്ളൂ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വൺ സൈസ് ഫിറ്റ് ഫോർ ആൾ എന്നുള്ള ഒരു പദ്ധതിയാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് എപ്പോഴും CSS നടപ്പിലാക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്പെസിഫിസിറ്റീസ് നോക്കിയിട്ടല്ല. അവര് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കുറെ സ്കീംസ് കൊണ്ടുവരുന്നു. അതിൽ നിന്നുള്ള ബെനിഫിറ്റ് നമുക്ക് എടുക്കാനും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ഏതൊക്കെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിൽ നിന്ന് നമുക്ക് മാക്സിമം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്ര വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതിന് എന്റെ അഭിപ്രായത്തിൽ ഒരു ഹൈ ലെവൽ കമ്മിറ്റി തന്നെ അതിനുവേണ്ടി നമ്മൾ രൂപീകരിച്ച് അത് പിന്നെ മാക്സിമം റവന്യൂ CSS വഴി നമ്മൾ നേടിയെടുക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കേരളം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കാര്യമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏജിങ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്കൂളുകളായാലും കോളേജുകളായാലും അല്ലെങ്കിൽ ആശുപത്രികളായാലും കുറെയൊക്കെ നമ്മൾ കിഫ്ബി വഴി റിവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ
പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ ഒരു പോർഷൻ തന്നെ ഏജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ റിനോവേഷന് വേണ്ടിയിട്ട് പല സ്കൂളുകളും കോളേജുകളും അല്ലെങ്കിൽ ആശുപത്രികളും ഒക്കെ റിനോവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സംസ്ഥാനം തുക കണ്ടെത്തേണ്ടത് ആവശ്യമുണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാര്യം പറഞ്ഞു, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് റവന്യൂ ഡെഫിസിറ്റ് ഉള്ളത് കൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഒരു ഷ്രിങ്ക് വന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാക്കി സ്പെൻഡ് ചെയ്തത് എല്ലാം വെൽഫെയറിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ റവന്യൂ ഡെഫിസിറ്റിന്റെ ആ സ്പെൻഡിങ്ങിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ ബോഡീസിന് ട്രാൻസ്ഫർ ചെയ്തു. അവരെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മെജോറിറ്റിയും നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടും നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല, അതിനേക്കാൾ ഈ ലോക്കൽ ബോഡീസ് സ്പെൻഡ് ചെയ്ത്, അതായത് റോഡ്, നോൺ റോഡ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് സ്പെൻഡ് ചെയ്തതും നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. പിന്നെ കിഫ്ബി വഴി സ്പെൻഡ് ചെയ്ത എക്സ്പെൻഡിച്ചർ, അതൊക്കെ കൂടെ നോക്കുമ്പോൾ നമ്മുടെ GSDP-യിൽ ഇപ്പൊ കാണുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല നമുക്കുള്ളത്, അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഗവൺമെന്റ് പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റവന്യൂ ഡെഫിസിറ്റ് അല്ലായിരുന്നു. കാരണം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തതെല്ലാം എക്കോണമിയിൽ മണി പമ്പ് ചെയ്യായിരുന്നു. ആ പൈസ പല രീതിയിലും അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കാം എങ്കിൽ പോലും സോഷ്യൽ ക്യാപിറ്റൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞത് ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തരിക. 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത്യാവശ്യം എഴുതി തന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതായിരിക്കും. സമയപരിധി കൊണ്ട് അടുത്ത സെഷൻ തുടങ്ങാനായിട്ടുണ്ട്. ഈ സാമ്പത്തിക സമീപനത്തിൽ ഒരു റോഡുണ്ടാകും. ആ റോഡ് പണിയിൽ ഏർപ്പെടുന്ന ബംഗാളിക്ക് കൊടുക്കുന്ന ശമ്പളം, പ്ലാൻ എക്സ്പെൻഡിച്ചറും അതിനെ ഡിസൈൻ ചെയ്യുന്നതും അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതുമായിട്ടുള്ള എഞ്ചിനീയർമാർക്ക് പ്രധാനമായിട്ടും മിനിസ്റ്ററോട് പറഞ്ഞത് കോമ്പൻസേഷൻ ഉൾപ്പെടെ നമുക്ക് 14% ഗ്രോത്ത് ഉണ്ടായിരുന്നു 2022-23 വരെ. അതിനുശേഷം കോമ്പൻസേഷൻ കിട്ടിയതിനു ശേഷം നമ്മുടെ ഗ്രോത്ത് റവന്യൂവിൽ നന്നായിട്ട് കൂട്ടുകൂട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിന്റെ ടാക്സ് അഡ്മിനിസ്ട്രേഷനാണ് പരിശോധിക്കുന്നത്. 23-24 റവന്യൂ ആണ് കളക്ഷൻ കാര്യം പറയുന്നത് 5.7, 24-25 6.25. ഈ വർഷത്തത് ഡിസംബർ വരെ നോക്കുമ്പോൾ മോശമാണ് റവന്യൂ. അപ്പൊ അത് നമ്മൾ പരിശോധിക്കട്ടെ. ആ ഒരു വിമർശനം ശക്തമായി ഉന്നയിക്കുന്നു. മറ്റൊന്ന് ഡോക്ടർ ഷൈജൽ പറഞ്ഞ 16 ലക്ഷം കോടിയാണ് GST അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞത്. അത് അത്രത്തോളം തോന്നുന്നില്ല. നമ്മുടെ ഓക്കെ GST കേട്ടത്. അപ്പൊ ഈ ഒരു വിമർശനം പറഞ്ഞിട്ട് ദേശം എഴുതി തന്നാൽ മതി എന്ന് നമുക്ക് ഇവിടെ എഴുതുന്ന ചില നല്ല നിർദ്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ രേഖ സമഗ്രമാക്കുന്നതിന് വേണ്ടി ആ നിർദ്ദേശങ്ങൾ സംഘാടക സമിതിക്ക് കൈമാറുന്നതാണ്. ബാക്കിയുള്ള ചോദിച്ച ഒരു ചോദ്യം വളരെ സഹകരണമായിട്ടുള്ള ചോദ്യമാണ്. നേരത്തെ ഗോപൻ ഒരു മറുപടി പറഞ്ഞിരുന്നു. അതായത്
നമ്മൾ ഈ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന കാറ്റഗറീസ് ഒന്നും അതിനകത്തൊന്നും ഒരു ഗോഡ്ഗിവൻ സ്വഭാവമൊന്നുമില്ല. പ്രായോഗികതയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ചില കാറ്റഗറീസ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത് ഈ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനാണ്. അത് ഡോക്ടർ അനിതാകുമാരി ഇവിടെ സംസാരിച്ചപ്പോ അതിലൊരു പ്രായോഗികമായ വശം കൂടെ പറഞ്ഞു. അതായത് നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്സിന് കൊടുക്കുന്ന ഗ്രാന്റ് അത് പൂർണ്ണമായിട്ടും റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കിൽ വരുന്നത്. അപ്പൊ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ കമ്മിയും ഉയർന്നിരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ഡീസൻട്രലൈസേഷന് പോയതാണ്. ഡീസൻട്രലൈസേഷന് പോകുന്ന പണം മുഴുവൻ റവന്യൂ ചെലവായിട്ട് കണക്കാക്കും. പക്ഷെ നമുക്കറിയാം, അങ്ങോട്ട് ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പണത്തിന്റെ നല്ലൊരു ഭാഗവും അവര് മൂലധന ചെലവാണ്. അവിടെ പാലം ഉണ്ടാക്കുന്നതിനും റോഡ് ഉണ്ടാക്കുന്നതിനും സ്കൂൾ കെട്ടിടം ഉണ്ടാക്കുന്നതിനൊക്കെ ചെലവാക്കുന്ന പണം അതൊക്കെ യഥാർത്ഥത്തിൽ സംസ്ഥാന ഡീസെൻട്രലൈസേഷന് പോകാതെ നമ്മൾ തന്നെയാണ് ചെലവാക്കിയിരുന്നെങ്കിൽ, സംസ്ഥാന ഗവൺമെന്റ് തന്നെ ചെലവാക്കിയിരുന്നെങ്കിൽ അതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കണം. പക്ഷെ ഇപ്പോൾ അത് മൊത്തത്തിൽ ബുക്ക് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിങ് രീതി അനുസരിച്ച് അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യം പ്രോത്സാഹിതമായി അത് മധ്യതരാണ് ഗോപനാഥൻ സൂചിപ്പിക്കുകയും ചെയ്തത്. അതായത് ഇതെല്ലാം സൗകര്യത്തിന് വേണ്ടിയിട്ടുണ്ടാകുന്ന കാറ്റഗറീസ് ആണ്. അത് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ അതിനെ കുറച്ചുകൂടെ സർഗാത്മകമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ വിമർശനം വെക്കണം എന്നതാണ്. പക്ഷെ പൊതുവിൽ അങ്ങനെ പലപ്പോഴും വരാറില്ല. കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റും റവന്യൂ ചെലവും കമ്പയർ ചെയ്യുമ്പോൾ ഡീസെൻട്രലൈസേഷന് പോകാത്ത, ഡീസെൻട്രലൈസേഷനെ പൂർണ്ണമായിട്ടും നിഷേധിച്ച ഗവൺമെന്റുകളുടെ റവന്യൂ ചെലവ് കുറവായിരിക്കും, അവരുടെ റവന്യൂ കമ്മി കുറഞ്ഞിരിക്കും. അത്തരം കാര്യങ്ങളോട് നോക്കണം. പിന്നെ ഇവിടെ GST സംബന്ധിച്ച് പ്രത്യേകമായിട്ടൊരു പ്രസന്റേഷൻ ഇല്ലായിരുന്നു എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അങ്ങനെ പ്രത്യേകമായ പ്രസന്റേഷൻ വരേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഡെറ്റിനെ കുറിച്ച് പ്രത്യേക പ്രസന്റേഷൻ വന്നതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രസന്റേഷൻ ആവാം. GST തീർച്ചയായിട്ടും ഒരു പ്രത്യേക പ്രസന്റേഷൻ ആവാമായിരുന്നു. GST സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് പ്രൊഫസർ അനിതാകുമാരി. അതിന്റെ ചില വശങ്ങൾ അവരുടെ സംഭാഷണത്തിലൂടെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ GST കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വരാതിരുന്നത് എന്ന്. കേരളം യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു GST കളക്ഷൻ ഉണ്ടാവുമെന്നായിരുന്നു യഥാർത്ഥത്തിൽ മിക്കവാറുമുള്ള എക്സ്പെർട്സ് എല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ GST നിയമത്തിന്റെയും അതിന്റെ നടത്തിപ്പിന്റെയും ഘടന രൂപപ്പെട്ടു വന്നത് യഥാർത്ഥത്തിൽ ഈ കൺസ്യൂമർ സ്റ്റേറ്റ്സിന് ഗുണമായിരിക്കും എന്നുള്ള പ്രതീക്ഷ തകർക്കുന്ന രീതിയിലാണ്. അത് ആ വ്യവസ്ഥകൾ, ഇപ്പൊ നിലവിലുള്ള വ്യവസ്ഥകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സംസ്ഥാനം നടത്തുന്നുണ്ട്. അങ്ങനെ ആ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടല്ലാതെ യഥാർത്ഥത്തിൽ GST വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. GST വരുമാനം കേന്ദ്രത്തിന്റെ കുറയുന്ന കാര്യം ഇവിടെ എല്ലാവരുമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, കേന്ദ്രത്തിന്റെ പോലും GST വരുമാനം കുറയുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നികുതി വരുമാനം പൊതുവെ കുറയുന്നു. അത് ഡോക്ടർ ഷൈനിലൂടെ വളരെ വിശദമായി സൂചിപ്പിച്ചല്ലോ. അതായത് കേന്ദ്ര ഗവൺമെന്റ് നികുതി പിരിക്കേണ്ട, സംസ്ഥാനങ്ങൾ കേന്ദ്രവും നികുതി പിരിക്കാതെ ചെറുതാവുന്നതാണ് നല്ലത് എന്നുള്ള ഒരു നിയോ ലിബറൽ ഐഡിയ. അത് അമേരിക്കയിലും വേൾഡ് ബാങ്കുകാരും ഒക്കെ നമ്മളെ മൻമോഹൻ സിംഗിനെയൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. അതേസമയം അമേരിക്കയും OECD രാജ്യങ്ങളെല്ലാം അവർ കൂടുതൽ നികുതി പിരിക്കുന്നു. അവരുടെ GDP-യുടെ 45-50% നികുതി പിരിക്കുകയാണ്. അവരുടെ സ്വകാര്യ മേഖല വളരുന്നതിനേക്കാളും അവരുടെ ഭരണകൂടം വളരുന്നു. ആ ഭരണകൂടത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവർ വെനിസ്വേലയിൽ കടന്നാക്രമിക്കുന്നു. ഇവിടെ നമ്മുടെ സമ്പദ്ഘടനയെ മോഡിയെ ചെവിക്ക് പിടിച്ചു കൊടുത്ത കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അതിന്റെ കാരണം ആ സമ്പദ്ഘടനയിലെ ജനങ്ങളുടെ മുഴുവൻ അധികാരത്തെ അവർ കേന്ദ്രീകരിച്ച് അവരുടെ കേന്ദ്രീകൃത അധികാരമായിട്ട് ഉപയോഗിക്കുന്നു. അവരുടെ കമ്പനികൾ വലുതാണ്, അവരുടെ ഗവൺമെന്റ് വലുതാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ചെറുതാണ്. ഞാൻ സാധാരണ പറയാറുള്ളത്, കോളനികൾക്കുള്ളതിന്റെ കാലത്ത് അന്ന് പറഞ്ഞു, നിങ്ങൾക്ക്
ഞങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല, ഞങ്ങൾ ഭരിച്ചതാണ്. ഇന്ത്യക്കാർക്കും മറ്റ് അവസര രാജ്യങ്ങളിലെ ജനങ്ങൾക്കും ഭരണകൂടം ഉണ്ടാക്കി സ്വയം ഗവേൺ ചെയ്യാനുള്ള കഴിവില്ലാത്തവരാണ്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഫൈറ്റ് ചെയ്ത് സ്വാതന്ത്ര്യം വാങ്ങിച്ചു. സ്വാതന്ത്ര്യം വാങ്ങിച്ച സമയത്ത് നമ്മുടെ ഭരണകൂടം വലുതാണെന്ന് കണക്കൂട്ടലുണ്ടായിരുന്നു. 90 വരെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സൈസ് വർദ്ധിച്ചു വന്നു. പക്ഷെ ന്യൂ ലിബറലിസം വന്നപ്പോ അവർ വീണ്ടും നമ്മുടെ ഒരിക്കൽ കൂടെ പറഞ്ഞു വെച്ചു, നിങ്ങൾക്ക് വലിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പാടില്ല, ഗവൺമെന്റ് ചെറുതായി പോകണം. അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് ചെറുതായി പോവാണ്. അതിന്റെ ഭാഗമായിട്ട് GST ഇല്ലാതാക്കാനാണ്. GSTയുടെ ഇൻവിഷൻസ് എല്ലാം വരുന്നത് മൊത്തത്തിൽ GST വരുമാനം കുറയും. GST മാത്രമാണ് പറയുന്നത്. കസ്റ്റംസ്, എക്സൈസ്, കോർപ്പറേറ്റ് ടാക്സ് എല്ലാ നികുതികളും കുറച്ച് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കമ്പൈൻഡ് റവന്യൂ, കമ്പൈൻഡ് എക്സ്പെൻഡിച്ചറും കുറഞ്ഞു വരികയാണ്. ഇത് അടിമത്തത്തിലേക്കുള്ള പോക്കാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആ രീതിയിൽ കാണുന്നില്ല. അപ്പൊ GST കുറയുന്നതിന്റെ ഒരു കാരണം GST വരുമാനം വേണ്ട. ഇപ്പോ ട്രംപ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ട്രംപ് യഥാർത്ഥത്തിൽ മീൻ ചെയ്തത് ഇവിടെ ധനമന്ത്രിയുടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞാൻ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ വീക്കിൽ വിശദമായിട്ട് ട്രംപിന്റെ താരിഫിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ പറ്റി ലേഖനം എഴുതിയിരുന്നു. ട്രംപിന് യഥാർത്ഥത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കൽ മാത്രമല്ല, നമ്മുടെ ആഭ്യന്തര നികുതി നിരക്കുകൾ കുറയ്ക്കണം. യഥാർത്ഥത്തിൽ പണ്ട് ഒരു നെഗോഷിയേഷൻസ്, ഇന്റർനാഷണൽ നെഗോഷിയേഷൻസിലൊന്നും വിൽപ്പന നികുതിയോ ആഭ്യന്തര നികുതിയോ ചർച്ച ചെയ്തിരുന്നില്ല. നമ്മുടെ കസ്റ്റംസ് തീരുവകൾ മാത്രമാണ് WTO അടക്കമുള്ള എല്ലാ ചർച്ചകളും ചർച്ച ചെയ്തത്. ഇപ്പൊ അവര് ആ ഇറക്കുമതി കയറ്റുമതി നികുതി വിട്ടിട്ട് ആഭ്യന്തര വാല്യൂ ആഡഡ് ടാക്സ്, GST അടക്കം കുറയ്ക്കാനായിട്ട് ഇടപെടുക. യഥാർത്ഥത്തിൽ ട്രംപ് താരിഫ് വന്നതിനെ തുടർന്നാണ് നമ്മുടെ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തില് പ്രധാനമന്ത്രി നേരത്തെയുള്ള ധനമന്ത്രി സൂചിപ്പിച്ച GST കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു സബ് കമ്മിറ്റി കൂടാതെ റേറ്റുകൾ ഏകപക്ഷീയമായിട്ട് വെട്ടിക്കുറച്ചു. അങ്ങനെ കൂടെ GSTയുടെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കിഫ്ബി സംബന്ധിച്ച് കിഫ്ബിയെ കുറിച്ച് ചോദിച്ചത് കിഫ്ബിയുടെ ചിലരുടെ ലെജിസ്ലേറ്റീവ് അക്കൗണ്ടബിലിറ്റി നിയമസഭ ഒന്ന് കിഫ്ബിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എടുക്കുന്നത് നിയമസഭയിൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത് വഴിയാണ്. അങ്ങനല്ല രണ്ടാമത്തെ വഴിയാണെങ്കിൽ എല്ലാ വർഷവും ഓഡിറ്റർ റിപ്പോർട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബഡ്ജറ്റ് രേഖയുടെ കൂട്ടത്തിൽ മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ് ടേബിൾ ചെയ്യണം. അത് വെക്കുന്നില്ല എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. മൂന്നാമത്തെ കാര്യം ഫിഡലിറ്റി റിപ്പോർട്ട്. നമുക്ക് ഫണ്ട് റൈസ് ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, ഇപ്പൊ വിനോദ് റായ് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി. അവര് നിൽക്കുന്ന ഫിഡലിറ്റി സർട്ടിഫിക്കറ്റും അതിന്റെ സർട്ടിഫിക്കറ്റും നിയമസഭയിൽ നമ്മൾ വെക്കണം. നിയമസഭയിൽ രേഖയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാംഗങ്ങൾക്ക് അതിന്റെ ഏത് കമ്മിറ്റിക്കും എപ്പോഴും പരിശോധിക്കാവുന്ന ഓപ്പൺ ഡോക്യുമെന്റ് ആയിട്ട് പറയുന്നത് അത് ലെജിസ്ലേറ്റീവ് അക്കൗണ്ടബിലിറ്റി ഉള്ള കാര്യമാണ്. കിഫ്ബി ഏറ്റെടുക്കുന്ന വാക്കുകൾ ഉയർന്ന റേറ്റാണെന്ന ആക്ഷേപം നിലനിൽക്കുന്നത്. കിഫ്ബി ഒരു വാക്കും ഏറ്റെടുക്കുന്നില്ല. കിഫ്ബി അതത് ഡിപ്പാർട്ട്മെന്റുകൾ പറയുന്ന വർക്കുകൾക്ക് പണം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതത് ഡിപ്പാർട്ട്മെന്റുകൾ അവർക്ക് അതാത് കാലങ്ങളിൽ ബാധകമാകുന്ന നിരക്കുകൾക്കനുസരിച്ചാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. ആ എസ്റ്റിമേറ്റിനനുസരിച്ച് ടെൻഡർ വിളിച്ച് ടെൻഡർ കണ്ടീഷൻസ് എത്ര എബാവാം എത്ര പോകാം എന്നുള്ള അത് അംഗീകരിച്ച് അതിനേക്കാൾ കൂടുതൽ വന്നാൽ ക്യാബിനറ്റിൽ പോകണം. ക്യാബിനറ്റിൽ പോയി അംഗീകരിച്ച് ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്ത അടിസ്ഥാനത്തിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കുന്ന സ്ഥാപനവുമാണ്. മൂന്നാമത്തെ കാര്യം കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന ഓഫ് ബഡ്ജറ്റ് വായ്പകൾ ഫൈനാൻസ് കമ്മീഷൻ അങ്ങനെയെങ്കിൽ NHA നമ്മുടെ പ്രശ്നമുള്ളത് നമ്മൾ പറയുന്ന പരാധീനതയാണത്. അത് ഒരു രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട്, ഒന്ന് ഈ ഡെറ്റ് ഇടിയുടെ റേഷ്യോ എല്ലാം ഒരുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് പൊളിറ്റിക്കൽ എലമെന്റും കൂടി ഉണ്ട്. 2000 മുതൽ 2026 വരെയുള്ള കണക്ക് ഒരു 4 നൂറ്റാണ്ട് കാലത്ത് കണക്കെടുത്താൽ ഡെറ്റ് ഇടി റേഷ്യോ ഏറ്റവും ഉയർന്നിരുന്നത് 2003-05 കാലത്താണ്. അന്ന് പബ്ലിക് അക്കൗണ്ട് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ഉണ്ടായിരുന്നില്ല. 42% വന്ന 2003-2004 ഏറ്റവും ഉയർന്ന കാലം. അന്ന് പബ്ലിക് അക്കൗണ്ട് ആയിട്ട് ട്രഷറി കിടക്കുന്ന നിക്ഷേപം കൂടെ കൂട്ടിച്ചേർത്താൽ 45% മേലിലാണ്. 39% വന്ന കടം വർദ്ധിക്കുന്നത് പറയാം. നിങ്ങൾ റിയൽ ആയിട്ട് എടുക്കുക. ഇന്ത്യയുടെ കടം
എത്ര വർദ്ധിച്ചു, കേരളത്തിന്റെ കടമെത്തിച്ചു, ഓൾ സ്റ്റേറ്റ്സ് വർധനം എന്താണ്? 2001 6 11 16 16 21 21 26 ഇങ്ങനെ എടുത്ത് നോക്കിയാൽ റിയൽ തുക എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ PS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് 74%. അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 93% വർദ്ധിച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 91% വർദ്ധിച്ചു. കോവിഡിന്റെ കാലം. 2 കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് വായ്പാ വരുമാനം വർദ്ധിച്ചു. 2021-24 ഇതുവരെയുടെ വർദ്ധനവ് 60.1%. അപ്പൊ ഇതൊക്കെ ഈ കണക്കുകൾ നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പർവ്വത സമാനമായ യൂണിയൻ വിവേചനത്തിനെതിരെ ബദൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഈ സെഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകളെല്ലാം തന്നെ പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഈ സെഷനിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ അനിതകുമാരി, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ, ഈ വിഷയാവതരണം നടത്തിയ ശ്രീ ഡോക്ടർ KN ഹരിലാൽ, ഡോക്ടർ ഷൈജൻ, ശ്രീ ഗോപകുമാർ, ഡോക്ടർ PS രഞ്ജിത്ത്, പ്രൊഫസർ സന്തോഷ് T വർഗീസ്, അതോടൊപ്പം തന്നെ ഈ ഇതിൽ സജീവമായി പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്